ഇത് കാസർഗോഡ് നിന്നുള്ള അസാധാരണ രക്ഷപ്പെടൽ കഥയാണ്. പൊയ്നാശിയിൽ ഒളിച്ചുകളിക്കിടെ ടാർ നിറച്ച വീപ്പയിൽ കയറിയ 4.5 വയസ്സുകാരി രക്ഷപ്പെട്ടത് അസാധാരണമാം അപകടത്തിലാണ്. അരക്കെട്ടോളം ടാറിൽ പൂണ്ട് പുറത്തിറങ്ങാനാകാതെ കുടുങ്ങിയ കുട്ടിയെ രക്ഷിച്ചത് സഹോദരൻ സംഭവം തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ്. അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് 1.5 മണിക്കൂർ നീണ്ട രക്ഷാദൗത്യത്തിലൂടെയാണ് കുട്ടിയെ രക്ഷിച്ചത്. ചട്ടഞ്ചാൽ MIC കോളേജ് റോഡിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. റോഡരികിൽ സഹോദരനൊപ്പം കളിക്കുകയായിരുന്നു ഫാത്തിമ. ഈ കുട്ടിയാണ് ടാർ സൂക്ഷിച്ചിരുന്ന വീപ്പയിൽ ഇറങ്ങി ഒളിച്ചത്. ചേട്ടനെ ഒളിച്ചുകളിയിൽ തോൽപ്പിക്കാൻ കണ്ടെത്തിയ മാർഗം. വീപ്പയിൽ ഒന്നുമില്ലെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇവിടെ റോഡ് പുനരുദ്ധാരണത്തിന് എത്തിച്ച ടാറിൽ ബാക്കി വന്നത് വീപ്പയിൽ ഉണ്ടായിരുന്നു. ടാറില്ലെന്ന് വിചാരിച്ച് വീപ്പയിലിറങ്ങിയ കുട്ടിയുടെ കാലുകൾ വെയിലത്ത് ഉരുകിയിരുന്ന ടാറിൽ പെട്ടു. പതിയെ ശരീരത്തിന്റെ കൂടുതൽ ഭാഗം ടാറിൽ താണു. ഇതോടെ കുട്ടി നിലവിളി തുടങ്ങി. ഇത് സഹോദരൻ കണ്ടു. സംഭവത്തിന്റെ ഗൗരവം അറിഞ്ഞ് ഇതോടെ വീട്ടുകാരും നാട്ടുകാരും എത്തി. പക്ഷേ ടാറിൽ നിന്നും കുട്ടിയെ രക്ഷിക്കാനായില്ല. ചട്ടഞ്ചാലിലെ മേൽപ്പറമ്പ് പോലീസിൽ ഉടൻ വിവരം അറിയിച്ചു. പിന്നീട് SI VK അനീഷും സംഘവും സ്ഥലത്തെത്തി. SIയും ഒപ്പമുണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരും ചേർന്ന് കരുതലോടെ ഇടപെട്ടു. കുട്ടി ടാറിലേക്ക് ആഴ്ന്നു പോകാതെ ബലം കൊടുത്ത് പിടിച്ചു. പിന്നാലെ അഗ്നിരക്ഷാ സേനയും എത്തി. കന്നാസിൽ 30 ലിറ്ററോളം ഡീസലുമായി ലീഡിംഗ് ഫയർമാൻ P. സണ്ണി ഇമ്മാനുവലിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങി. വീപ്പയിലേക്ക് ഡീസൽ ഒഴിച്ച് ടാർ നേർപ്പിച്ചു. ടാർ ദ്രാവക രൂപത്തിലായതോടെ വീപ്പയെ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് നെടുകെ 3 പിളർന്നു. കുട്ടിയെ പുറത്തെടുത്തു. ദേഹത്ത് പുരണ്ട ടാർ നീക്കം ചെയ്തു. അതിനുശേഷം ആശുപത്രിയിലെത്തിച്ചു. ആരോഗ്യ പ്രശ്നമൊന്നും കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഫാത്തിമയെ രക്ഷിച്ചു.